ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാം എനിക്ക് സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പുതിയാപ്പിളമാരൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെയായിരിക്കും. എന്നാലും ഇടയ്ക്കൊരു ചേഞ്ചിന് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട്. അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയാപ്പിള ചിക്കനോ എന്ത് വേണ്ടിക്കും പേരിടാട്ടെ ഇതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 250-300 ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ വലിപ്പമൊക്കെ കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാശ്മീരി അല്ല. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 2 മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ളതാണെങ്കിലും മുട്ട അങ്ങനെ ഓവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ നീര് മൊത്തത്തിലായിട്ട് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകയില്ലേ അത് 3ഉം കൂടി ഒന്നിച്ച് ചതച്ചതാണ് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ്, ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഏകദേശം 2-2.5 ടീസ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടുതലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല കേട്ടോ. അങ്ങനെ ടോട്ടൽ ഓവറോൾ 3ഉം കൂടി 3 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. നമ്മൾ ചതച്ചതിന് ശേഷമുള്ള അളവാണ് 3 ടേബിൾ സ്പൂൺ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പുതിയാപ്പിള ചിക്കൻ ഫ്രൈയിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് തേങ്ങ ചിരകിയത് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അതിൽ ഒരുപാടായിട്ട് കൂടണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വേണ്ടത് കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി ഏതാണോ കയ്യിലുള്ളത് മതി കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ഒരു 3-4 ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുന്നത് അറിയാലോ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയായാലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളം കാര്യങ്ങളൊന്നും ഒഴിച്ചില്ല, കാരണം നമ്മൾ 2 മുട്ടയൊക്കെ ചേർത്താണല്ലോ. മുട്ടയുടെ വെള്ളമൊക്കെ കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് മസാല റെഡി ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് മസാല പുരട്ടുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 1-2 സ്പൂണായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു തേങ്ങയുടെ ഫ്ലേവറൊക്കെ ചിക്കനിലും കൂടി പിടിച്ച് കിട്ടിക്കോളും. ഞാൻ എന്തായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മൾ നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചീനച്ചട്ടിയിൽ നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കിയെടുത്ത് കേട്ടോ, ഒന്നങ്ങ് സെറ്റാകാൻ വെക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ വേവിക്കാതെ ചിക്കനാണ്, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു തേങ്ങയും വലിയ ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒരു തവണയെങ്കിലൊന്നും ഇതുവരെ ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിതിൽ തേങ്ങ ഇട്ടിട്ടുള്ള കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, അതായത് ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നമുക്ക് ഉൾഭാഗം വേവും വേണോ, എന്നാലും തേങ്ങ ഒട്ടും തന്നെ കരിയാനും പാടില്ലല്ലോ, അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഫസ്റ്റ് ഇട്ട് ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുക, കാരണം നമുക്ക് ആ ഒരു കോട്ടിംഗ് ഒക്കെ ഒന്ന് സെറ്റായി കിട്ടണമല്ലോ. പിന്നീട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏതാണ്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് നമ്മൾ ചിക്കൻ കോരി എടുക്കുമല്ലോ എണ്ണയിൽ നിന്ന്, അതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് 1-2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 പച്ചമുളക് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ടിട്ട് ആ ഒരു ചിക്കൻ കോരുന്ന സമയത്ത് ഒരു നല്ലൊരു മണവും ഒരു പ്രത്യേക ഫ്ലേവറും കൂടി ആ ഒരു ചിക്കനിലേക്ക് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടേസ്റ്റിലെ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ടിട്ട് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതി. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ.
അങ്ങനെ നമ്മുടെ പുതിയാപ്പിള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിൾ റെസിപ്പിയല്ല, ആ ഒരു മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കട്ടെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്